ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഷമീം കൽപ്പേനിയാണ്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യാനും ഫോർവേഡ് ചെയ്യാനും മറക്കല്ലേ. ഞങ്ങളിപ്പോൾ എവിടെ ഉള്ളതെന്നറിയോ? എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ട്രെയിൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു 18 പേര് ഇന്ന് ലക്ഷദ്വീപിലേക്ക് പോവുകയാണ് കേട്ടോ. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഊബർ വിളിച്ച് ഞങ്ങൾ ലക്ഷദ്വീപ് സ്കാനിങ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് യാത്ര ചെയ്താൽ നമുക്ക് സ്കാനിങ് സെൻറ്ററിൽ എത്താൻ പറ്റും. ഇതേ സ്കാനിങ് സെൻറ്ററിൽ ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റും ടിക്കറ്റും ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റും ടിക്കറ്റും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ ഗസ്റ്റുകളെല്ലാവരും ക്യൂവിൽ നിന്നതാണ്. അങ്ങനെ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റും ടിക്കറ്റെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ബസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് കപ്പലിൻ്റെ അടുത്തേക്ക് പോകാൻ. ഇതേ ഞങ്ങൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ അങ്ങോട്ട് നോക്കിയേ, ഒരുപാട് ആളുകൾ കപ്പലിലേക്ക് കയറാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ 10 മിനിറ്റ് യാത്ര ചെയ്താൽ നമ്മൾ കപ്പലിൻ്റെ അടുത്തെത്തിട്ടോ. ഇതേ ബസ് കപ്പലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ബസ്സിൽ നിന്നും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇതേ നമ്മുടെ മലപ്പുറം AR നഗറിലുള്ള ടീമാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗസ്റ്റുകൾ പല ബസ്സുകളിലായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾക്കും ലക്ഷദ്വീപിൽ വന്ന് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ. ഇതേ നമ്മുടെ ആലപ്പുഴ അച്ചായനും അച്ചായൻ്റെ വൈഫുമാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കപ്പലിൻ്റെ അടുത്ത് അടിപൊളി മസാല ചായ കിട്ടും. അപ്പോൾ ഞങ്ങളെല്ലാവരും മസാല ചായ കുടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇതുപോലെ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾക്കും ലക്ഷദ്വീപിൽ വന്ന് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടിച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഏത് മാസത്തിലേക്ക് വേണമെങ്കിലും ഇപ്പോൾ തന്നെ അഡ്വാൻസ് അടിച്ച് ബുക്ക് ചെയ്യാം. രണ്ടാമത്തെ കാര്യം PCC പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് വാങ്ങിത്തരിക എന്നുള്ളതാണ്. നിങ്ങളുടെ അടുത്തുള്ള അക്ഷയയിൽ പോയാൽ മതി. പോകുന്ന സമയത്ത് ആധാറും ഫോട്ടോസും കൊണ്ടുപോവുക. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് PCC വേണ്ട. ഇന്ന് പോയിട്ട് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് PCC കിട്ടും. ഇതേ മസാല ചായ കടി. അങ്ങനെ മസാല ചായയും കടിയൊക്കെ കുടിച്ചതിന് ശേഷം എല്ലാവരും കപ്പലിൻ്റെ മുമ്പിൽ വന്നിട്ട് കപ്പിൾസായിട്ടും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒറ്റക്കും ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് PCC പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അയച്ചു തരിക. ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപേക്ഷ കൊടുക്കും. നമ്മളൊരു 15 ദിവസം കാത്തു നിൽക്കണം ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടാൻ. അങ്ങനെ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് കിട്ടിയാൽ ഇതുപോലെ 2 ഭാഗത്തേക്കും കപ്പലിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടോ, അല്ലെങ്കിൽ 2 ഭാഗത്തേക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടോ, അല്ലെങ്കിൽ 1 സൈഡ് ഫ്ലൈറ്റ് 1 സൈഡ് കപ്പൽ എടുത്തിട്ടോ നിങ്ങൾക്ക് ലക്ഷദ്വീപിലേക്ക് വരാവുന്നതാണ്. അങ്ങനെ ഇതാ ഞങ്ങളെല്ലാവരും ഈ കാണുന്ന ലക്ഷദ്വീപിലേക്ക് പോകുന്ന ഏറ്റവും വലിയ കപ്പലാണ് MV കവരത്തി കപ്പൽ. ആ കപ്പലിലേക്ക് കയറുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾക്കും ലക്ഷദ്വീപിൽ വന്ന് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ സാധിക്കട്ടെ. അങ്ങനെ ഞങ്ങളിതാ കപ്പലിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നമ്മളെല്ലാവർക്കും കൊടുക്കുന്നത് ബങ്ക് ക്ലാസ്സാണ്. കപ്പലിൽ 3 തരം ക്ലാസ്സുകളുണ്ട്. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ഉണ്ട്, ബങ്കുണ്ട്. നമ്മുടെ പാക്കേജിൽ നമ്മളെല്ലാവർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബങ്ക് ക്ലാസ്സാണ്. ഇതേപോലെ ഓരോ സീറ്റിൻ്റെ അടുത്തും നമ്പർ ഉണ്ടാവും. ആ നമ്പർ നോക്കി നമ്മുടെ സീറ്റ് കണ്ടുപിടിക്കാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ സീറ്റിൻ്റെ അടിയിൽ കൊണ്ടുപോയി വച്ചതിന് ശേഷം കപ്പലിലെ പുറം കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് കപ്പലിൻ്റെ ഏറ്റവും മുകളിലോട്ട് കയറിക്കൊണ്ട് ഇരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, നമ്മൾ ലക്ഷദ്വീപിലേക്ക് പോകുന്ന സമയത്ത്, കപ്പൽ യാത്ര നടത്തുന്ന സമയത്ത് നമ്മൾ എങ്ങോട്ടാണോ പോകുന്നത് അവിടെ എത്തുന്നത് വരെ കപ്പലിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കേണ്ടി വരുമോ, അതോ കപ്പലിൻ്റെ മുകളിലൊക്കെ പോയി കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന്. ഇതേ കാണുന്നത് സ്വിമ്മിംഗ് പൂളാണ്. വെള്ളമുണ്ടാവില്ല എന്നുള്ളൂ. സ്വിമ്മിംഗ് പൂളിൻ്റെ ചുറ്റും കസേലകളൊക്കെ കണ്ടോ, ഇരിപ്പിടം, അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇതാ MV കവരത്തി എന്ന കപ്പലിൻ്റെ ഏറ്റവും മുകളിലെത്തിയിട്ടുണ്ട്. ഉച്ച സമയമാണ്, നല്ല വെയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ആരെയും കാണാത്തത്. എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന തിരക്കിലാണ്. നല്ല വെയിലായതുകൊണ്ട് അധിക സമയത്ത് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ താഴോട്ട് ഇറങ്ങുകയാണ്. കപ്പലിലേക്ക് കയറുമ്പോൾ തന്നെ ഏകദേശം ഒരു 3 മണിയോളം ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടി കപ്പലിലെ സെക്കൻഡ് ക്ലാസ് ഹോട്ടലിൽ വന്നതാണ്. കപ്പലിൽ 2 തരം ഹോട്ടലുകളാണുള്ളത്. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, സെക്കൻഡ് ക്ലാസ് ഉണ്ട്. ഇതേപോലെ ക്യൂ നിന്ന് ബില്ലൊക്കെ എടുത്തിട്ട് വേണം ചായ കുടിക്കാൻ. സെക്കൻഡ് ക്ലാസ്സിൽ വന്നിട്ട് ചായ കുടിക്കാം, ഫസ്റ്റ് ക്ലാസ്സിൽ പോയിട്ട് ചായ കുടിക്കാം. 2 ഹോട്ടലുകളാണ് കപ്പലിലുള്ളത്. അങ്ങനെ വൈകുന്നേരത്തെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഓരോരുത്തരായിട്ട് കപ്പലിൻ്റെ ഏറ്റവും മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനി സൂര്യാസ്തമയമൊക്കെ കണ്ട് താഴോട്ട് രാത്രി ഭക്ഷണത്തിന് വേണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്.
കപ്പലിലെ രാത്രി ഭക്ഷണം 6:30 മുതൽ 7:00 വരെയാണ്. അതിൻ്റെ ഉള്ളിൽ കഴിച്ചിരിക്കണം. അങ്ങനെ ഇതാ ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും എടുത്ത് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും ഇതുപോലെ കപ്പലിൻ്റെ ഏറ്റവും മുകളിലൊക്കെ പോയി ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ സൂര്യാസ്തമയം കാണാൻ വേണ്ടി കാത്തിരിപ്പാണ്. കുറച്ച് കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് താഴോട്ട് ഇറങ്ങാൻ. ഓക്കെ, നമ്മുടെ പാക്കേജ് 3 രാത്രിയാണ്. 3 രാത്രിയാണ് നമ്മുടെ പാക്കേജിലുള്ളത്. അത് കഴിഞ്ഞിട്ട് എത്ര ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ലക്ഷദ്വീപിൽ നിൽക്കാവുന്നതാണ് സ്വന്തം ചെലവിൽ. അങ്ങനെ ഇതാ സൂര്യൻ അസ്തമിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പാക്കേജിൽ എന്തെല്ലാം ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ കപ്പലിലെ ഫസ്റ്റ് ക്ലാസ് ഹോട്ടലിലാണുള്ളത്. രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും കപ്പലിൻ്റെ ഏറ്റവും മുകളിലോട്ട് കയറിയിരിക്കുകയാണ്. കപ്പൽ കൊച്ചിയിൽ നിന്നും പുറപ്പെടാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും 18 മണിക്കൂർ യാത്ര ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ലക്ഷദ്വീപിലെത്താം. കപ്പൽ കൊച്ചിയിൽ നിന്നും പുറപ്പെട്ടു. ഇനി കൊച്ചിയിൽ നിന്നും കപ്പൽ പുറപ്പെട്ട് ഒരു 2 മണിക്കൂർ വരെ നമുക്ക് റേഞ്ച് കിട്ടും. അത് കഴിഞ്ഞാൽ റേഞ്ച് കിട്ടത്തില്ല. അങ്ങനെ കപ്പലിൻ്റെ മുകളിൽ നിന്നുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് രാത്രി സമയത്തും ആളുകൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ചുറ്റും ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമുക്ക് സീറ്റിലേക്ക് ഉറക്കം വന്നാൽ മാത്രം പോയാൽ മതി. ഇനി മുകളിൽ കപ്പലിൻ്റെ ഏറ്റവും മുകളിൽ കിടന്നുറങ്ങിയാലും ആരും ഒന്നും പറയത്തില്ല. പലരും ചോദിക്കാറുണ്ട്, നമുക്ക് മുകളിലൊക്കെ പോയി കാഴ്ചകൾ കാണാൻ പറ്റുമോ, എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്ന്. നിങ്ങൾക്ക് ഫുൾ ടൈം വേണമെങ്കിലും കപ്പലിൻ്റെ ഏറ്റവും മുകളിൽ പോയി ഇരിക്കാവുന്നതാണ്. ഇതേപോലെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നിങ്ങൾക്കും എൻജോയ് ചെയ്യാവുന്നതാണ്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടിച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഏത് മാസത്തിലേക്ക് വേണമെങ്കിലും ഇപ്പോൾ തന്നെ അഡ്വാൻസ് അടിച്ച് ബുക്ക് ചെയ്യാം. അടുത്ത വർഷം 2026 ഏപ്രിൽ മെയിലൊക്കെ വരാൻ വേണ്ടിയിട്ട് ആളുകൾ ഇപ്പോൾ തന്നെ അഡ്വാൻസ് അടിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം PCC പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് വാങ്ങി എടുത്തു തരിക എന്നുള്ളതാണ്. അങ്ങനെ രാത്രി 9 മണിക്ക് ശേഷം സെക്കൻഡ് ക്ലാസ് ഹോട്ടൽ വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്നതാണ്. ഓംലേറ്റും ചായയും ഉണ്ടാവും. താല്പര്യമുള്ളവർക്ക് ഇതുപോലെ വന്ന് കുടിക്കാവുന്നതാണ്. ഞാൻ മിൽക്ക് ഷേക്കാണ് സാധാരണ കുടിക്കാറുള്ളത്, അതുകൊണ്ടാണ് മിൽക്ക് ഷേക്ക് വാങ്ങിയിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് ഗൾഫുകാരോടാണ് പറയാനുള്ളത്, ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ PCCയും കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഏൽപ്പിച്ചാൽ ഞങ്ങൾ പെർമിറ്റ് എടുത്ത് തരുന്നതാണ്. ഉറങ്ങാൻ വേണ്ടി സീറ്റിലേക്ക് കയറി